സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻ നോക്കാം. കറൻറ്റ് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് സോഴ്സാണ്. നൈറ്റ് ഓഫ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവ് കുതിരപ്പുറത്ത് ഫാസ്റ്റായിട്ട് പോകുന്നതാണ്. അപ്പോൾ അയാൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യണ ആളാണ്, എനർജറ്റിക്കാണ്, അംബീഷ്യസ് ആണ്, മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ആളാണ്. പക്ഷേ ഇയാൾ കൂടുതലൊന്നും ചിന്തിക്കാതെ തിടുക്കത്തോടു കൂടി നേരിട്ട് ഓരോ സാഹചര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയണത് അശ്രദ്ധയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ്. അതായത് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ, കൂടുതൽ ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങളിലേക്ക് നേരിട്ട് എൻ്റർ ആവുന്നു. അപ്പോൾ അശ്രദ്ധയ്ക്കെതിരെ ജാഗ്രത വേണം എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. എന്ത് വെല്ലുവിളിയാണ് നേരിടുന്നതെന്നൊക്കെ മിഡിൽ കാർഡ് 10 ഓഫ് സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ നേരിട്ട് സാഹചര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്ത കാരണം അവിടെ വഞ്ചന നടന്നിരിക്കണം. അതായത് വേദനാജനകമായ നഷ്ടം അല്ലെങ്കിൽ ചതി, വഞ്ചന, പിന്നിൽ നിന്ന് കുത്തേറ്റ പോലെ ഒരു നഷ്ടം അനുഭവപ്പെട്ടിരിക്കുകയാണ്. അതിനെന്താ കാരണം? അടുത്ത കാർഡ് നോക്കുമ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സാമ്പത്തിക കാര്യമാണ്. തൊഴിലാണെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ തൊഴിൽ തിരിച്ചടികളുണ്ടാവും. പണസംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ മൂന്നാമത്തെ കാർഡ് ഗൈഡൻസ് പറയണത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് പറയണത് പാരമ്പര്യമായ സ്വത്തൊക്കെ കിട്ടി കൂട്ടുകുടുംബമായിട്ട് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു കുടുംബമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ ഉപദേശമൊന്നും നേടാതെ, ഇവിടെ ഗ്രാൻഡ് പാരൻസൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരിൽ നിന്നൊന്നും ഉപദേശം നേടാതെ ഡയറക്റ്റായിട്ട് ആ സാഹചര്യത്തിൽ പോയിപ്പെട്ട് അവിടെ നിന്ന് ചതിയോ അല്ലെങ്കിൽ വേദനാജനകമായ നഷ്ടമോ തിരിച്ചടികളോ ഉണ്ടായിരിക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന നിരാശയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ പാഠം ഉൾക്കൊണ്ട് വീണ്ടും വെല്ലുവിളികളെ സ്വീകരിച്ച് മാറ്റങ്ങളെ, അവസരങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇതുപോലുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അറിവുള്ള ആൾക്കാരിൽ നിന്ന് ഉപദേശം നേടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു യുവാവാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തിടുക്കത്തോടെ ആരോടും ആലോചിക്കാതെ എടുത്തു ചാടി എൻ്റർ ചെയ്ത കാരണം കൊണ്ടാണ് ഇവിടെ ഈ ഒരു വേദനാജനകമായ നഷ്ടമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാർഡ് ടാരോയുടെ ഗൈഡൻസ് പറഞ്ഞത് സാമ്പത്തികമായ ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.